നാലാം ദിനം എത്തിയിരിക്കുകയാണ്. ഇന്ന് ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ടാണ്. തീർച്ചയായിട്ടും ഇന്നലെ പറഞ്ഞിരിക്കുന്ന പ്രകാരം ശക്തമായ മഴ ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രഡ്ജിങ്ങിനെ ബാധിക്കുകയുള്ളൂ. അപ്പം ആ സമയത്ത് നിർത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നെ മഴ നോർമലായി കഴിയുമ്പോൾ തുടരും എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അർജുൻ്റെ ലോറി കണ്ടെത്തുന്നത് വരെയുള്ള തിരച്ചിൽ തന്നെ തുടരുമെന്ന് തന്നെയാണ് ഇന്നലെ എസ് പിയും അതേപോലെ MLA സാറും എല്ലാവരും കുടുംബത്തിനെ അറിയിച്ചത് ഇന്നലെ. തീർച്ചയായിട്ടും അതിലൊരു പ്രതീക്ഷയുണ്ട്. ലോറി എന്തായാലും കണ്ടെത്താൻ പറ്റും. അതിനുപരി മാർക്ക് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത എല്ലാ പോയിന്റിലും കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യും. പിന്നെ എല്ലാ ഭാഗത്തും തിരച്ചിലും തുടരും. അതിൽ നമ്മൾ എവിടെയെങ്കിലാണ് ഏത് ദിശയിലാണെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. CP4 CP3 കേന്ദ്രീകരിച്ചൊരു തിരച്ചിലുണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം മറ്റു മേഖലകളിലേക്ക് മാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞിരുന്നത്. രാവിലെ എത്തുമെന്നാണ് പറഞ്ഞത്. ഈ ഒപ്പം തന്നെ ഇന്നലെ അർജുൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു റാഡ് മാത്രമാണ് ഇന്നലെ കണ്ടെത്താൻ സാധിച്ചത്, വേറൊന്നും സാധിച്ചത്. അപ്പം ലോറി ഇതിനകത്തുണ്ടെന്നുള്ളൊരു അത് നമുക്ക് ഉറപ്പാണ്. ലോറി ഇതിൽ ആയത് നമുക്ക് അധികം ഉറപ്പായി കഴിഞ്ഞിരുന്നത്. അത് ഏത് ഭാഗത്താണ് എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ മാത്രമാണ് ഇപ്പോൾ നമുക്ക് നിലനിൽക്കുന്നത്. ഇത്രയും പെട്ടെന്ന് തന്നെ ആ ലോറി കണ്ടെത്താൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. 10 ദിവസത്തിനുള്ളിൽ തെരച്ചിൽ എന്തായാലും കണ്ടെത്താൻ പറ്റുമെന്നുള്ള വിശ്വാസം തന്നെയാണ് അവർ പകർന്നു നൽകിയിരിക്കുന്നത്. തൃപ്തികരമാണ്.